ഏകാദശി ആൻഡ് പതുക്കെ തണുപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇവിടെ. അപ്പൊ രാവിലെ ഞാൻ പുഴുങ്ങിയ ഉരുളൻകിഴങ്ങ്, പുഴുങ്ങിയ ഏത്തപ്പഴം ആൻഡ് പുഴുങ്ങിയ സിങ്കോടെ കേട്ടോ. ഉച്ചയ്ക്ക് വേണ്ടി സൊമാറ്റോന്ന് ഞാൻ ഏകാദശി ഫ്രണ്ട്ലി ആയിട്ടുള്ള വേറെ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. പലവരും ചോദിക്കാറുണ്ട് ഏകാദശിയിൽ ഞാൻ ഇത് എന്തൊക്കെയാണ് ഈ കഴിക്കണം എന്നുള്ളത്. അപ്പൊ ഏകാദശി പലവരും പല രീതിയിലാണ് വെക്കണത്. അപ്പൊ ഞാനിത് തുടങ്ങി വെച്ചത് വൃന്ദാവനിൽ വെച്ചായിരുന്നു. അപ്പൊ അവിടത്തെ എങ്ങനത്തെയാണ് രീതിയിൽ ഞാൻ കണ്ട് മനസ്സിലാക്കിയത് അത് തന്നെയാണ് ഞാൻ ഇപ്പോഴും ഫോളോ ചെയ്യുന്നത്. അപ്പൊ അരി, ഗോതമ്പ് അതൊന്നും നമ്മൾ കഴിക്കില്ല, മില്ലറ്റ്സ് അതൊന്നും കഴിക്കില്ല. ലസ്സല് താലിയാണ് എന്തോ പേപ്പറിൽ റാപ്പ് ചെയ്തേക്കള. ലെറ്റ്സ് അൺബോക്സ്. ആദ്യം തന്നെ ഈ ഒരു മിസ്റ്ററി റാപ്പ് തുറക്കാൻ ചപ്പാത്തി. ഓക്കെ, അപ്പൊ ഇത് രാജ്ഗീര ആൻഡ് സാബുദാനയുടെ ആട്ട വെച്ച് ഉണ്ടാക്കിയേക്കണ ഭാക്കറിയാണ്. സോ അക്സെപ്റ്റബിൾ ആണ് ഏകാദശി. ലെറ്റ്സ് ഹാവ് ബോൺ അപ്പറ്റീറ്റ്. രാജ്ഗീര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിനുവ ഉണ്ടാവൂല, അതിന്റെ ചെറിയ വെർജൻ ആണ്. ആൻഡ് സാബുദാന അറിയാലോ, ചൊവ്വ ആലു സബ്ജി, പൊട്ടാറ്റോ സബ്ജി, തൈര്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഓയിൽ വളരെ കുറവിലാണ് കേട്ടോ നമുക്ക് കഴിച്ച സാബുദാന ഖിച്ചടി. ഇത്തവണ നമുക്കിവിടെ ഡെസേർട്ട് ഉണ്ട്. ഇതാണ് രാജ്ഗീര ഹൽവ. ഞാൻ ഇച്ചിരി കൂടെ മേടിച്ചാൽ മതിയായിരുന്നു, കാരണം ഹൽവ മാത്രമായിട്ട് കിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ. റവയും ഗോതമ്പും കൂടെ മിക്സ് ആക്കിയിട്ട് ഹൽവ ഉണ്ടാക്കുമ്പോ അല്ലേ അതുപോലത്തെ ഒരു ടേസ്റ്റ്. ഈ ഒരു താലിക്ക് ഞാൻ 9 out of 10 കൊടുക്കും, അത്രയും ടേസ്റ്റിയാ.